ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇന്ന് പഠിപ്പിക്കുമെന്നൊന്നും അറിയത്തില്ല, എന്തായാലും നമുക്ക് നോക്കാം പഠിപ്പിക്കുമെന്ന്. ആളിവിടെ ഇല്ല, ആൾ പുറത്ത് പോയേക്കാം. വരുന്ന വാടെ പിടി കൂടിയിട്ട് വേണം ബൈക്ക് പഠിപ്പിക്കാൻ പറയാൻ. അപ്പോൾ കാശി പാവേ അമ്പടി അച്ഛ വരുമ്പോൾ അമ്മേനെ ബൈക്ക് പഠിപ്പിക്കാൻ പറയണം കേട്ടോ, ഓടിക്കാൻ പഠിപ്പിക്കാൻ. എന്തായാലും ഞാൻ ബൈക്ക് പഠിച്ചിട്ടേ ഉള്ളൂ. ഒരു വർഷമായിട്ട് എന്നെ പഠിപ്പിക്കും. അച്ഛോട് പറയണം കേട്ടോ, അമ്മനെ സപ്പോർട്ട് ചെയ്യണം, അമ്മനെ പഠിപ്പിക്കുകയെന്ന് പറയണം കേട്ടോ. ഇവിടെ ബൈക്കിന്റെ സൗണ്ട് കേൾക്കുന്നില്ലേ? വരുന്നുണ്ടെന്ന് തോന്നുന്നു. വാ നമുക്ക് കൈയോടെ വാടി അച്ഛട്ട് പറയാൻ വേഗം. ഞങ്ങളെ ബൈക്ക് ഓടിക്കാൻ എന്നെ ബൈക്ക് ഓടിക്കാൻ പറ്റില്ല. സമരം ചെയ്യും ഞാനിവിടെ ബൈക്ക് ഓടിക്കാൻ പഠിപ്പിച്ചിട്ട് പോയിരുന്നു. ഒരു വർഷമായില്ലേ പറയുന്ന ബൈക്ക് ഓടിക്കാൻ. പുതിയ ബൈക്കാണ്. പറ്റത്തില്ല, എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിച്ചേ പറ്റുള്ളൂ. ഞാനല്ലാതെ ഇവിടുന്ന് പോവില്ല. ഇനി എന്നിട്ട് വീട്ടിൽ കയറിയാൽ മതി. പഠിച്ചിട്ടേ ഞാൻ മാറുള്ളൂ. എനിക്ക് പഠിക്കണം. നീ പോയേ പുതിയ ബൈക്കാണ്. അതിനെന്താ, എത്ര നാളായിട്ട് ഞാൻ ഇത് വാങ്ങുന്നതിന് മുമ്പ് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞായിരുന്നു പറ്റത്തില്ല. ഇത് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞാൽ എന്നാ പറ്റും? ഇല്ല, ഏട്ടൻ പഠിപ്പി. ഏട്ടനുണ്ടല്ലോ കൂടെ. താഴെ വീണ ആരും ഉത്തരവാദിത്തം പറയും. ഏട്ടൻ പറഞ്ഞാ മതി. ഇതുണ്ടോ, ഇതിനെ ഒരേപോലെ കൊണ്ട് നടക്കാൻ ഞാൻ. അപ്പൊ എന്റെ ആഗ്രഹത്തിന് ഒരു വിലയില്ലേ ഇവിടെ? ആഗ്രഹത്തിനൊക്കെ വിലയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അതിലും വിലയായിരിക്കും ബൈക്കിന്. പറ്റത്തില്ല, എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. നിനക്ക് സൈക്കിൾ ഓടിക്കാൻ അറിയാം? ഇല്ല. നിനക്ക് സൈക്കിളെങ്കിലും ഓടിക്കാൻ അറിയോ? ഇങ്ങനെയൊക്കെ അല്ലേ പഠിക്കുന്നേ? ഈ സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്ത ഞാൻ നിന്നെ എങ്ങനെ ഇത് പഠിപ്പിക്കുന്നേ? അതൊക്കെ ഞാൻ പഠിച്ചോളാം. ഒന്ന് പഠിപ്പിക്കേ. ഒന്നാമത് മഴ പെയ്തിട്ട് അവിടെയൊക്കെ തെന്നി കിടക്കുക. എന്തായാലും എനിക്ക് പഠിച്ചേ പറ്റുള്ളൂ. പഠിക്കാതെ ഞാൻ വീട്ടിൽ കയറ്റിട്ടു. ഭാവിക്കാണ് സൈക്കിളെങ്കിലും ഓടിക്കാൻ അറിയാം. അത് അത്രയൊക്കെ എനിക്കും അറിയാം. ഞാനും പഠിച്ചപ്പോ. എല്ലാരും ബൈക്ക് ഓടിക്കാതിരിക്കുവാണോ? അമ്മനെ പഠിപ്പിക്കുന്ന പറയാൻ പഠിയില്ല. അമ്മേനെ പഠിപ്പിക്കുക. എടാ, അമ്മക്ക് സൈക്കിൾ ബാലൻസ് പോലും അറിയത്തില്ല, പിന്നെ എങ്ങനെയാ? അമ്മ പഠിച്ചോളും പറ. എനിക്ക് ബൈക്ക് ഓടിക്കാൻ പറ്റിയോ? ശരി, ഒരു കാര്യം ചെയ്യാം. ഇവിടുന്ന് അവിടെ ആ ഇറക്കം ഉണ്ടല്ലോ, അവിടുന്ന് കയറ്റി ഇരുത്തിയിട്ട് തന്നെ ബാലൻസ് ചെയ്ത് ആദ്യം താഴെ വീഴ്ത്തരുത്. തന്നെ ഉരുട്ടി ആദ്യം താഴെ വരെ കൊണ്ടുപോവാ. നിന്നെ കയറ്റി ഞാൻ ഇവിടെ ഇരുത്താം. ഇരുത്തി കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു ഇറക്കം ഉണ്ടല്ലോ, അവിടുന്ന് മെല്ലെ ആരുടെ സപ്പോർട്ട് ഇല്ലാതെ കുറച്ച് ദൂരെങ്കിലും മുന്നോട്ട് തന്നെ വന്ന ബാലൻസ് ഇല്ലാതെ എന്നിട്ട് നോക്കാം. ശിവനെ, എന്റെ ബൈക്ക് ഇവിടുന്ന് താഴെ വരെ വീഴ്ത്തരുത്. വീഴ്ത്തെ കൊല്ലും ഞാൻ. നീളമുണ്ടോ? എനിക്ക് പഠിക്കണം, എനിക്ക് പഠിക്കണം. ഞാനൊന്നും പഠിച്ചിട്ടേ പോയി. ഇതെന്നാന്നറിയാമോ? ഏത്? ഇത് അതന്നെ ബ്രേക്ക്.
ബ്രേക്ക് അപ്പുറത്ത് ആ വലത് കാലിലും ബ്രേക്ക്. ഓക്കേ. ഇത് ക്ലച്ച്. ക്ലച്ച്. ഇങ്ങോട്ട് ഇപ്പൊ വരണ്ട. സ്പീഡ് കൂടുമ്പോ അതേ മെല്ലെ പിടിക്കാം, മെല്ലെ പിടിക്കാവുള്ളൂ. അതിന് സ്പീഡ് എവിടെ കൂട്ടുന്നു? ഇത് ഉരുണ്ട് പോകുമ്പോ സ്പീഡ് കൂടുമല്ലോ, അപ്പൊ മെല്ലെ. ഇത് പിടിക്കണം. അയ്യോ, കാലെത്തുന്നുണ്ടോ? ചെറുതായിട്ട് എത്തുന്നു. മുമ്പോട്ട് പോ, നേരെ പിടിക്ക്. നിക്ക്. അത് ബ്രേക്ക് മെല്ലെ, ഒരു കൈ അവിടെ മെല്ലെ ചെറുതായിട്ട് വെക്കാവുള്ളൂ. എന്നിട്ട് മെല്ലെ ഞാൻ ഇതാക്കി വിടാം. നമ്മള് പറഞ്ഞുണ്ടല്ലോ, പറിച്ചിടരുത്. മാവൻ സൈഡിൽ നിന്നോ പിടിക്കാം. എനിക്കത് ഇങ്ങോട്ടാക്ക. ശരി, ഇതുപോലും അറിയാതെ പിന്നെ ഞാൻ എങ്ങനെയാ ഇതിന് പഠിപ്പിക്കുന്നത്? അതൊക്കെ പഠിക്കാം. എനിക്ക് കാലെത്താതെ ബൈക്ക് ഓടിപ്പിക്കാൻ പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ കാലെത്തണില്ലെന്നേ. ശരി, പോട്ടെ, മെല്ലെ. കാല ഒരു പടക വെച്ച് കെട്ടി വെക്കാം. എങ്ങോട്ടാ? ഇങ്ങോട്ട്. ആ, ബ്രേക്ക് മെല്ലെ വിട്. പോട്ടെ. ഇറക്കുവാണേ. ബാലൻസ് പോലും ഇല്ല. ഓ, അങ്ങോട്ട്. പോ. ഇങ്ങോട്ട് പോ. നിങ്ങളെ കാലൊടിഞ്ഞാലും ബൈക്ക് പോയേക്കല്ലേ പറഞ്ഞ. എന്റെ കാലിനേക്കാളും മുഖ്യം. 2 സ്റ്റെപ്പ് ഇറക്കാൻ ഒക്കാത്ത നീ എങ്ങനെ ഞാൻ എങ്ങനെ പഠിപ്പിക്കുന്നെ? ഞാൻ ഇത്ര വന്നില്ലേ? ഇറങ്ങി. ബ്രേക്ക് കൂടി. മിഷൻ ഫെയിൽഡ്. വിട്. ബൈക്ക് ഓടിക്കാൻ കുട്ടിയോ? നിനക്ക് കാലത്തെ പിന്നെ ഞാൻ ചെയ്യാനാ? ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നേ? അത് പിന്നെ ആയിക്കോളൂ. വാ, പഠിക്കാം. ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല. ശരിയാവൂ. നീ ആദ്യം കാലിന് കുറച്ച് പൊക്കം വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ വലിച്ചു പഠിപ്പിച്ചിട്ട് പോവും. അല്ലാതെ നമുക്ക് ഓടിക്കാൻ പഠിക്കാം. എങ്ങനെ? ചേട്ടായി ബാക്കിൽ ഇരുന്നിട്ട് ഓടിക്കാൻ പഠിപ്പിച്ചിട്ട് ഈ ഇറക്കമൊക്കെ വരുമ്പോ ചേട്ടായി കാലുകുത്തി ഇറക്കിയാ മതി. പഠിക്കുക. ഇവിടെ മാറി സൈഡിലേക്ക് വെച്ചു. ഇത് ക്ലച്ച്. ഇത് ബ്രേക്ക്. ഇല്ലേ? ക്ലച്ച് പിടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ആ ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യും. സ്റ്റാർട്ട് ചെയ്തു. ഓണാക്കാദ്യം. വിട്. ഇത് വിട്. ഏത്? അപ്പൊ ഞാൻ അവിടെ കാലിരിക്കും. ഇതിന് മെല്ലെ വിടണം. മെല്ലെ വിടാവുള്ളൂ. എനിക്ക് ഞാൻ പുറകെ കിടക്കും. ഇത് മെല്ലെ കൊടുത്ത് ഇതിന് കൈ ചെറുതായിട്ട് നല്ല വിടും. മെല്ലെ
ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോവാ. ഇത്ര അടുത്തേ ഉള്ളോ? അല്ല നിന്നെ ഞാൻ നാലാള് കാണട്ടെ, ഞാൻ പഠിക്കും. അതിനെ കൊണ്ടോ ഇതിപ്പോ ഞാൻ ആക്സിഡന്റ് കൊടുക്കണ്ട, നല്ല ക്ലച്ച് വിട്ടാൽ മതി. മെല്ലെ 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 മെല്ലെ. ഇങ്ങോട്ട് ഞാൻ വിട്ടേക്ക്, നീ എങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നേ? ഞാൻ നേരെ തന്നെയല്ലേ അതോ നടപടിയില്ല. ശരിക്കും കടിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാൻസ്. ഇവിടുത്തെ താഴെ വരെ ഇറക്കുവാണെങ്കിൽ കാല് ഞാൻ കുത്തിക്കോളാം വീഴാതെ. ഇവിടുന്ന് താഴെ വരെ ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അടുത്തത് നോക്കാം. അതല്ലെങ്കിൽ പിന്നെ ഇവിടെ കൊണ്ട് നിർത്തിക്കോണം. ഇതിപ്പോ ഞാൻ പിടിക്കട്ടെ. ഇനി മെല്ലെ വീഴാനൊക്കെ ആ ബ്രേക്ക് പിടിച്ചോണം. ഇപ്പൊ ഇത് പിടിക്കണ്ടല്ലോ. ഒന്നും ഇപ്പൊ ഇത് പിടിക്കണ്ടല്ലോ. അമ്പടി മാറി വെച്ചു. ഇപ്പൊ അത് ഇത് പിടിക്കണ്ട, ഇത് നോട്ടറാ. അതൊന്നും കിട്ടി. ബ്രേക്ക് ഒന്ന് വിട്. ബ്രേക്ക് ഒന്ന് വിട്ടു. ഇതൊന്ന് നേരെ ആക്കട്ടെ. മെല്ലെ മെല്ലെ ബ്രേക്ക് പിടിക്കാനുള്ള ജീവനെയോ. വിട്ടോ, വീഴ്ത്തായിരുന്നാ മതി. നീ കാല് പൊക്കിക്കോ, കാല് പൊക്ക്. പറ്റില്ല പറ്റില്ല. വിശ്വാസം. അയ്യോ ഇറങ്ങി ഇറങ്ങി ഇറങ്ങി. ശരി, അങ്ങോട്ട് വിട്. ബ്രേക്കിന്ന് വിട്, ബ്രേക്കിന്ന് വിട്. പോകും. ഇറക്കം കഴിഞ്ഞു. പോ, ഇറങ്ങി ഇറങ്ങി. നീയേ ആദ്യം പോയി സൈക്കിൾ ബാലൻസ് പഠിക്കും. നടക്കത്തില്ലെന്ന്. അവിടെ വരെ ഇറക്കിയിട്ട് വാ. മുതുകത്ത് കൊണ്ട് വെയിറ്റ് വെക്കാനല്ല പറഞ്ഞേ. വാ വാ പോകാം. വാ. നേരെ പിടി. അല്ല, കാലെടുത്ത് വെച്ചോ, കാലെടുത്ത് വെച്ചോ. കാലെടുത്ത് വെച്ചിട്ട് തള്ളി. നേരെ പോണം. ഞാൻ പിടിച്ചിട്ടുണ്ട്, നീ കാലെടുത്ത് വെച്ചോ. അവിടെ വരെങ്കിലും നേരെ പോകാൻ നോക്കട്ടെ. ശരി ശരി. നേരെ പോ. കാലെടുത്ത് വെക്ക്. ഇല്ല, ഒരു കാലം എനിക്ക് കുത്തണം. അവിടെ എടുത്ത്, അവിടെ ആ സ്റ്റാൻഡ് എടു. ഇറങ്ങി 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 ഇറങ്ങി. ഇറക്കിട്ട് പഠിപ്പിക്കാതിരിക്കാനാണ്. പോകത്തില്ല. മതി മതി, ഇതൊന്നും നടക്കുന്ന പരിപാടിയല്ല. ആദ്യം സൈക്കിൾ മേടിച്ചു തരാം, എന്നിട്ടേ കുറച്ചു നേരം നോക്കിയാലല്ലേ അറിയുള്ളൂ. ഞാൻ നോക്കട്ടെ. ഇത് നടക്കില്ലാന്ന്, കാലെത്താന്ന് ഞാൻ എന്നെ കാണിക്കാനാ. അതുമല്ല സൈക്കിൾ ബാലൻസ്. അത് ഹീലുള്ള ചെരുപ്പ് വാങ്ങി തന്നാ മതി. എന്നാലും കാല് കുത്തണ്ടേ? അപ്പൊ ഹീല് കുത്തിക്കോളും.
ഇറങ്ങ ഇറങ്ങിട്ടോ, ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചേട്ടായി പിന്നെ പഠിപ്പിക്കില്ല. കാലത്താ ഞാൻ എന്നാ ചെയ്യാനാ? ഹീലിന്റെ ചെരുപ്പ് വാങ്ങിട്ട് തന്നാ മതി. ആദ്യം സ്കൂട്ടി പഠിക്കാം, അത് കഴിഞ്ഞിട്ട് ബൈക്കിൽ. സ്കൂട്ടി ഇല്ലല്ലോ നമുക്ക്. ആ സ്കൂട്ടി മേടിക്കാം, മേടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം സൈക്കിൾ പഠിക്കണം, എന്നിട്ട് സ്കൂട്ടി പഠിക്കണം, എന്നിട്ട് ബൈക്കിലോട്ട് ഇറങ്ങണം. ഇപ്പം ഇറങ്ങി അല്ല അവിടെ എന്തുവാ ഇങ്ങനെ? അത് നടക്കത്തില്ല. നടക്കും, പരിശ്രമിക്കുവിൻ, എന്തിനേയും വശത്താക്കുക. കാല് വെച്ചത്തില്ല, സൈക്കിൾ പറഞ്ഞിട്ടില്ലാത്തതിന് ഞാൻ എന്ത് ചെയ്യാന്? അയ്യേ, ഒറ്റ പ്രാവശ്യം ശ്രമിച്ചിട്ട് തോറ്റ് മടങ്ങുന്ന ഒരു ധീരന് ചേർന്നതല്ല. ബൈക്ക് ഇച്ചിരി കാശ് കൊടുക്കുള്ളതാ. സോ കുട്ടികൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞ ആദ്യം അത് നടത്തി കൊടുക്കണമെന്നാ. ബാക്കിയെല്ലാം തനി ഉണ്ടായിക്കോളും. പഠിപ്പിക്കേട്ടാ. ഇല്ല, ഒറ്റ പ്രാവശ്യം കൊണ്ട് ഫെയിലായി എന്നും പറഞ്ഞ് പേടിച്ചു പോവാ. ഭയങ്കര ബോറാണത്. കൊച്ചിന് വരെ ഇതുണ്ടോ, അവൻ വരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കുക. ഒരു കുഴപ്പവും വരുത്തത്തില്ല ഇതിങ്ങനെ. ഒരു 10 പ്രാവശ്യം നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിക്കോളാം. ഇപ്പൊ ഒറ്റ പ്രാവശ്യം ഉണ്ടൊക്കെ ഫെയിലൊന്നും പറഞ്ഞു പോയാലോ? പഠിക്കാനുള്ള കുട്ടിയെ നിരുത്സാഹപ്പെടുത്തരുതെന്നാ. മുളയിലെ നുള്ളിക്കഴിഞ്ഞാ എങ്ങനെയാ? നുള്ളിക്കളഞ്ഞ നടക്കും. ഞാൻ ഇറങ്ങത്തില്ല, ഞാൻ ഇവിടെ പഠിപ്പിക്കുന്നിടം വരെ ഞാൻ ഇല്ല. ബൈക്ക് പഠിപ്പിക്കുന്നിടം വരെ ഞാൻ ഇവിടെ ഇരിക്കും. ബൈക്കാൻ ഞാൻ ഇറങ്ങത്തില്ല. അവിടുന്ന് അത്ര ദൂരം ഇത് ഹാൻഡില് പിടിച്ചു കൊണ്ടുവരാൻ അറിയാത്തതിന് ഞാൻ എന്നാ ചെയ്യാനാ? അങ്ങനൊക്കെയല്ലേ പഠിക്കുന്നേ? അങ്ങനല്ല പഠിക്കുന്നത്. ആദ്യം സൈക്കിൾ ഓടിക്കാൻ പോയി, സൈക്കിൾ ഓടിച്ച് പഠിക്കണം. സൈക്കിൾ ഇല്ലല്ലോ. സൈക്കിൾ ഒരെണ്ണം മേടിക്കാം. കാശിക്ക് ഒരു സൈക്കിള് മേടിക്കുമ്പോ പഠിക്കാം, അല്ലെ വാവയ്ക്ക് ഒരെണ്ണം മുന്നിൽ മേടിച്ച് പഠിക്കുമ്പോ അത് ഓടിച്ച് പഠിക്കും. Get down. ഇല്ല, പോകൂല. പഠിപ്പിക്കാൻ പറ. എന്തോന്നാടെ, ആ സൈക്കിളിലാണോ ഞാൻ പഠിക്കേണ്ടത്? കൊണ്ടുപോകട്ടെ, മഴ വരുന്നു, മഴ വരുന്നു. ആദ്യം സൈക്കിൾ ഓടിച്ച് പഠിച്ചിട്ട് പിന്നെ പഠിക്കാം. ഇന്ന് ഞാൻ പഠിക്കുമെന്ന് എല്ലാവരുടെ പറഞ്ഞിട്ടാ വന്നത്. ഞാൻ പഠിച്ചിട്ടേ പോവുള്ളൂ. ഇനി ഞാൻ പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ മൂക്കി പള്ളി വരും. അപ്പോഴത്തേക്കിന് സാരമില്ല. ഇറങ്ങി അവിടെ കൊണ്ടുപോകാം, മഴ വരുന്നു. ഇറങ്ങ്. എന്തുവാ ഇങ്ങനെ? ഇറങ്ങ്. അമ്മയുടെ ആദ്യം മോനെ സൈക്കിൾ എടുത്തിട്ട് അങ്ങനെ നമ്മുടെ മിഷൻ തേഞ്ഞു ഗൈസ്. ഇനിയിപ്പോ പഠിപ്പിക്കാൻ തോന്നില്ല. നോക്കാം എന്താകും ഏതാവും.